أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا لا تتخذوا عدوي وعدوكم أولياء تلقون إليهم بالمودة فقد كفروا بما جاءكم من الحق يخرجون الرسول وإياكم أن تؤمنوا بالله ربكم إن كنتم خرجتم جهادا في سبيلي وابتغاء مرضاتي تسرون إليهم بالمودة وأنا أعلم بما أخفيتم وما أعلنتم ومن يفعله منكم فقد ضل سواء السبيل. إن يثقفوكم يكونوا لكم أعداء ويبسطوا إليكم أيديهم وألسنتهم بالسوء وودوا لو تكفرون. لن تنفعكم أرحامكم ولا أولادكم يوم القيامة يفصل بينكم والله بما تعملون بصير. صدق الله العظيم. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ മുംതഹിനയുടെ ആദ്യത്തെ 3 ആയത്തുകളാണ് പാരായണം ചെയ്തത്. അൽ മുംതഹിന എന്ന് പറഞ്ഞാൽ പരീക്ഷിക്കപ്പെടേണ്ടവൾ എന്നാണ് അർത്ഥം. ആയത്തിൻ്റെ അർത്ഥം ശ്രദ്ധിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ലാ തത്തഖിദു, നിങ്ങൾ സ്വീകരിക്കരുത്, അദുവി, എൻ്റെ ശത്രുവിനെ, വ അദുവക്കും, നിങ്ങളുടെ ശത്രുവിനെയും. സത്യവിശ്വാസികളെ, നിങ്ങൾ എൻ്റെയും നിങ്ങളുടെയും ശത്രുവിനെ ഔലിയാ, മിത്രങ്ങളായി സ്വീകരിക്കരുത്, അടുത്തയാളുകളായി സ്വീകരിക്കരുത്. തുൽഖൂന ഇലൈഹിം ബിൽ മവദ്ദതി, നിങ്ങളവരുമായി ആത്മബന്ധം സ്ഥാപിക്കരുത്, നിങ്ങളവരോട് സ്നേഹബന്ധം പുലർത്തരുത്. വഖദ് കഫറു, അവർ ധിക്കരിച്ചിരിക്കുന്നു, അവർ അവിശ്വസിച്ചിരിക്കുന്നു, ബിമാ ജാഅക്കും, നിങ്ങൾക്ക് വന്നെത്തിയതിനെ, ബിൽ മിനൽ ഹഖ്, യാഥാർത്ഥ്യം അഥവാ സത്യം, നിങ്ങൾക്ക് വന്നെത്തിയ സത്യത്തെ അവർ കളവാക്കിയിരിക്കുന്നു, അവർ ധിക്കരിച്ചിരിക്കുന്നു. യുഖ്രിജൂന റസൂല, അവർ തിരുദൂതരെ പുറത്താക്കിയിരിക്കുന്നു, വയ്യാക്കും, നിങ്ങളെയും അള്ളാഹുവിൻ്റെ ദൂതനെയും അവർ പുറത്താക്കുകയും ചെയ്തിരിക്കുന്നു. അൻതുമിനു, അവർ വിശ്വസിച്ചു, ബില്ലാഹി, അള്ളാഹുവിൽ, റബ്ബിക്കും, നിങ്ങളുടെ നാഥനായ അള്ളാഹുവിൽ വിശ്വസിച്ചു എന്ന ഒറ്റ കാരണത്താൽ അവർ അള്ളാഹുവിൻ്റെ റസൂലിനെയും നിങ്ങളെയും നാട്ടിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു. ഇൻ കുന്തും ഖറജ്തും, നിങ്ങൾ പുറപ്പെടുകയാണെങ്കിൽ, ജിഹാദ് ചെയ്തുകൊണ്ട്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മസമരത്തിന് ഒരുങ്ങിക്കൊണ്ട്, ഫീ സബീലി, എൻ്റെ മാർഗത്തിൽ ജിഹാദിന് വേണ്ടി നിങ്ങൾ പുറപ്പെട്ടുവെങ്കിലും, വബ്തിഗാ മർലാത്തി, നിങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടും, മർലാത്തി, എൻ്റെ തൃപ്തി നിങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടും നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മസമരത്തിന് വേണ്ടി പുറപ്പെട്ടു. എന്നാലും തുസിറൂന ഇലൈഹിം ബിൽ മവദ്ദ,
തുസിറൂന ഇലൈഹിം അവരോട് നിങ്ങൾ രഹസ്യമായി ബിൽ മവദ്ദത്തി സ്നേഹബന്ധം പുലർത്തുന്നു. നിങ്ങൾ നിങ്ങളെ പുറത്താക്കിയ ആളുകളോട് രഹസ്യമായി സ്നേഹബന്ധം പുലർത്തുന്നു. വാന ആലമു എനിക്ക് നന്നായി അറിയാം, ഞാനാണ് ഏറ്റവും കൂടുതൽ അറിയുന്നവൻ. ബിമാ അഖ്ഫൈതും നിങ്ങളുടെ രഹസ്യമാക്കി ഗോപ്യമാക്കി വെച്ച കാര്യങ്ങളെ സംബന്ധിച്ചു. വമാ അയലൻതും നിങ്ങൾ പരസ്യമാക്കി വെച്ച കാര്യങ്ങളെ സംബന്ധിച്ചും ഞാനാണ് ഏറ്റവും അറിവുള്ളവൻ. വമയ്യഫ് അൽഹുമിങ്കും നിങ്ങളിൽ നിന്ന് ആരെങ്കിലും അപ്രകാരം ചെയ്യുന്നുവെങ്കിൽ ഫഖദ് വല്ല അവൻ വഴിപിഴച്ചിരിക്കുന്നു. സവാ അസ്ബീൽ ഏറ്റവും മോശമായ വഴി. നിങ്ങൾ ഏറ്റവും മോശമായ വഴി പ്രാപിച്ച പറ്റ പിഴച്ചുപോയ ആളാകുന്നു അവൻ. ഇൻ യസ്ഖഫൂക്കും നിങ്ങളെ അവർ കണ്ടുമുട്ടുകയാണെങ്കിൽ, നിങ്ങളെ അവർ കണ്ടുമുട്ടിയാൽ യകൂനൂലക്കും അഅദാ അവർ നിങ്ങളുടെ ശത്രുക്കളായിരിക്കും. നിങ്ങളെ അവർ കണ്ടുമുട്ടുകയാണെന്ന് അവർ നിങ്ങളുടെ ശത്രുക്കളായിരിക്കും. വയബ്സ്തു ഇലൈക്കും ഐദീഹിം അവർ അവരുടെ കൈകൾ നിങ്ങൾക്ക് നേരെ നീട്ടുന്നു. അൽസിനതഹും അവരുടെ നാവും നീട്ടുന്നു. ബിസൂ വളരെ ദുഷ്ടതയോടുകൂടി, വളരെ മോശമായ അർത്ഥത്തിൽ. നിങ്ങളവർ കണ്ടുമുട്ടുകയാണെന്ന് വെച്ചാൽ അവരുടെ കൈകളും അവരുടെ നാവുകളുമൊക്കെ നിങ്ങൾക്ക് നേരെ നീട്ടുന്നത് വളരെ ദുഷ്ടതയോട് കൂടിയിട്ടാണ്. വദ്ദു അവരാഗ്രഹിക്കുകയും ചെയ്യുന്നു, അവർ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ലൗ തക്ഫുറൂൻ നിങ്ങളെങ്ങാനും അള്ളാഹുവിൻ്റെ ദീനിനെ കളവാക്കിയെങ്കിലോ എന്ന്. അള്ളാഹുവിൻ്റെ ദീനിനെ നിങ്ങൾ കളവാക്കിയെങ്കിലോ എന്നവർ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ലൻ തൻഫഅക്കും നിങ്ങൾക്ക് ഉപകാരപ്പെടുകയില്ല. അർഹാമുക്കും നിങ്ങളുടെ രക്തബന്ധങ്ങൾ. റഹിം അർഹാം എന്ന ഗർഭാശയവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നിങ്ങളുടെ രക്തബന്ധങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയില്ല. വലാ ഔലാദുക്കും നിങ്ങളുടെ മക്കളും നിങ്ങൾക്ക് ഉപകാരപ്പെടുകയില്ല. യൗമൽ ഖിയാമ അന്ത്യനാളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ രക്തബന്ധങ്ങളോ നിങ്ങളുടെ കുടുംബബന്ധം അഥവാ നിങ്ങളുടെ മക്കളോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുകയില്ല. യഫ്സിലു ബൈനക്കും അള്ളാഹു നിങ്ങളുടെ ഇടയിൽ ഒരു വിടവുണ്ടാക്കും. നിങ്ങളെ അള്ളാഹു വേർപിരിക്കും. വല്ലാഹു ബിമാ തഅമലൂന ബസീർ അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് ബസീർ വളരെ നന്നായി കാണുന്നവനാണ്, കണ്ടറിയുന്നവനാണ്. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അള്ളാഹുവിന് കൃത്യമായി അറിവുണ്ട് എന്നർത്ഥം. ഈ സൂറത്തിൻ്റെ ആരംഭത്തിൽ തന്നെ, അഥവാ മുംതഹിന എന്ന് പറഞ്ഞാൽ ഒരു പരീക്ഷിക്കപ്പെട്ട സ്ത്രീ എന്നാണ്. ഈ സ്ത്രീയുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രം ഇസ്ലാമിൻ്റെ മദീനയിലുള്ള മുസ്ലിങ്ങളുടെ ജീവിതവുമായിട്ട് വളരെയേറെ ബന്ധപ്പെട്ട സംഗതിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തി അവിടെ പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പുറത്തുനിന്ന് വരുന്ന ശത്രുക്കളുടെ കാര്യത്തിൽ ജൂതന്മാരും നബിയും തമ്മിൽ ഒരു സന്ധി ഉണ്ടാക്കിയിരുന്നു. ബനൂ നദീർ ഗോത്രമടക്കമുള്ള ബനൂ ഖുറൈള, ബനൂ കൈനുക തുടങ്ങിയിട്ടുള്ള ഗോത്രങ്ങളുമായി സന്ധി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ഈ ബനൂ നദീറൊക്കെ പറഞ്ഞിട്ടുണ്ട്, അവരിലെ പെട്ട ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, നബീൻ്റെ പല അടയാളങ്ങളും ഞങ്ങൾ തൗറാത്ത് കണ്ടിട്ടുണ്ട്, അവിടെ നബിയെ സംബന്ധിച്ച് ഞങ്ങൾക്ക് നല്ല മതിപ്പാണ് എന്നൊക്കെ അവർ പറഞ്ഞിരുന്നു. എന്നാൽ അവരിൽ തന്നെ പെട്ട ചില ആളുകൾ നബിയെ ദേഹോപദ്രവം ഏൽപ്പിക്കാനും അതുപോലെ തന്നെ അദ്ദേഹത്തെ നാട്ടിൽ നിന്ന് പുറത്താക്കാനുമുള്ള ഗൂഢപദ്ധതികൾ ആസൂത്രണം ചെയ്യുകയും ചെയ്തു. ആ സമയത്താണ് ഹാത്തിബ് ബിൻ അബി ബൽതഹ് എന്ന് പറയുന്ന ആൾ, അദ്ദേഹത്തിൻ്റെ കാര്യത്തിലാണ് ഈ സൂറത്ത് ഇറങ്ങിയത് എന്നാണ് ഈ ഇറങ്ങാനുള്ള അക്കാലത്തെ കാരണമെന്ന് ഒരുപാട് മുഫസ്സിറുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബക്കാർ മുഴുവനും മക്കയിലാണുള്ളത്. അവർ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സംഘവും മക്ക ജയിച്ചടക്കാൻ വേണ്ടിയിട്ട് പുറപ്പെടുന്നുണ്ടെന്നുള്ള വിവരം അദ്ദേഹം ഇയാൾ ഒരു കത്തിൽ എഴുതാണ്.
ഹാത്തിബ് ഇബ്നു അബീ ബൽതഹ് എന്ന് പറയുന്ന ആൾ ഒരു കത്തിലെഴുതാൻ, മുഹമ്മദ് മക്ക ജയിച്ചെടുക്കാനുള്ള ശ്രമമുണ്ട്, അതുകൊണ്ട് നിങ്ങളുമായി ഒരു യുദ്ധം ഉണ്ടാകും, നിങ്ങൾ വേണ്ട മുൻകരുതലുകളൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടാണ്. ആ സമയത്ത് തന്നെയാണ് സാറ എന്ന് പറയുന്ന ഒരു ബനു ഹാഷിമിലെ ഒരു സ്ത്രീ, ഇസ്ലാം സ്വീകരിക്കാത്ത സ്ത്രീ, മദീനയിൽ വന്ന് തിരിച്ചു പോവുകയും റസൂൽ അവരോട് എന്തിനാണ് വന്നതെന്നൊക്കെ ചോദിക്കുകയും മുസ്ലിം ആവാനല്ല എന്ന് പറയുകയും അവർ തിരിച്ചു പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അവരുടെ മുടിക്കെട്ടിനുള്ളിൽ ഒരു കത്ത്, ഇവർ ഈ പറഞ്ഞ കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു കത്ത് അവർ എഴുതി കൊടുക്കുകയാണ് ചെയ്തത്. ആ കത്തുമായി അവർ പോവുകയും അലി റളിയല്ലാഹു അൻഹു, ഉമർ ഖത്താബ്, അമ്മാർ, ത്വൽഹ, സുബൈർ എന്നിവർ അവരുടെ പിന്നാലെ ചെന്നിട്ട് അവരോട് ഇതിൻ്റെ കത്തുണ്ടോ എന്ന് ചോദിക്കുകയും അവരുടെ മുടിക്കെട്ടിൽ നിന്ന് കത്ത് തിരിച്ചെടുക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർക്ക് കാണിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ ആളുടെ കാര്യത്തിലാണ്, അഥവാ ഇവരുടെ വിഷയത്തിലാണ്, ഇതുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ഈ സൂറത്തിൻ്റെ ഇറക്കം, ഈ ആയത്ത്, ഒന്നാമത്തെ ആയത്ത് പ്രത്യേകമായും ഇറങ്ങിയത് എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ അവർ ആ ആയത്തിൽ പറയുന്ന കാര്യവും ഇതുകൂടി നോക്കിയാൽ, നമുക്ക് തട്ടിച്ച് നോക്കിയാൽ ഈ കാര്യം വളരെ വ്യക്തമാവും. നിങ്ങളൊരിക്കലും തന്നെ എൻ്റെയും നിങ്ങളുടെയും ശത്രുക്കളെ അവരോട് സ്നേഹബന്ധം പുലർത്തരുത്. മക്കക്കാർ നബിയുടെ ശത്രുക്കളാണ്, ഇവരുടെയും ശത്രുക്കളാണ്. അവർ ചെയ്തതെന്ന് പറഞ്ഞാൽ വഖദ് കഫറ ബിമാ ജാഅക്കും മിനൽ ഹഖ്, യാഥാർത്ഥ്യം, സത്യം, അത് നിങ്ങൾക്ക് കൊണ്ടുവന്നിട്ടുള്ള ഈ സത്യത്തെ അവർ നിരാകരിക്കുകയാണ് ചെയ്തത്. മാത്രമല്ല റസൂലിനെയും അതുപോലെ തന്നെ റസൂലിന് നിങ്ങളെയും ഒന്നായിട്ട് മക്കത്ത് നിന്ന് പുറത്താക്കുകയും ചെയ്തതാണ്. അവർ മക്ക വിടാൻ നിർബന്ധിതമാക്കുക എന്ന് പറയുന്ന സംഗതി അവർ ചെയ്തതാണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ അവർക്കെതിരെ ജിഹാദ് ചെയ്യാൻ വേണ്ടി പുറപ്പെട്ട ആളുകൾ ധർമ്മസമരത്തിൽ പങ്കെടുത്തു. ഈ പറഞ്ഞ ആൾ പോലും ഈ ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത വ്യക്തിയാണ്. അപ്പോൾ ശത്രുക്കളുമായി അവർ ബദറിൽ വെച്ച് പോരാടുകയും ചെയ്തു. എന്നിട്ടും അവരുടെ കുടുംബ ബന്ധം വിചാരിച്ചുകൊണ്ട് തുസിറൂന ഇലൈഹിം ബിൽ മവദ്ദ, അവരോട് രഹസ്യമായി സ്നേഹബന്ധം പുലർത്താൻ വേണ്ടി നോക്കുകയാണ്. വാനാലോ ബിമാ അഖ്ഫൈതും, ഈ സിറ് എന്ന് പറഞ്ഞാൽ തന്നെ രഹസ്യം, അതിനേക്കാൾ രഹസ്യമായ സംഗതിയാണ് ഖഫീ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ ഏറ്റവും രഹസ്യമായി വെക്കുന്ന, കാരണം അവരെ ഒരിക്കലും സംശയിക്കാത്ത രൂപത്തിൽ മുടിക്കെട്ടിനുള്ളിലാക്കിയിട്ട് ആ കത്ത് കൊടുത്തേക്കുക എന്ന് പറയുന്ന സംഗതി തന്നെ അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായിട്ട് അറിയുമെന്നും അമൻ യഫ്അൽഹു മിൻകും, നിങ്ങളിൽ ആരത് ചെയ്താലും ശരി, വഖദ് ളല്ല സവാഅ സബീൽ, ഏറ്റവും മോശമായ വഴിപിഴച്ച മാർഗമാകുന്നു അവൻ പിന്തുടർന്നത് എന്ന് അള്ളാഹിൻ്റെ റസൂലിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ അടുത്ത ആയത്തിൽ ഇവരുടെ മൊത്തത്തിലുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്ന് പറയണം. നിങ്ങൾ എൻ്റെ സ്നേഹിതരാണെങ്കിൽ എൻ്റെ ശത്രുക്കളെ നിങ്ങൾ സ്നേഹിക്കരുത് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കി തരുന്നത്. അള്ളാൻ്റെ അടുത്ത ആളുകൾക്ക് ഒരിക്കലും തന്നെ അള്ളാഹുവിനെ ധിക്കരിക്കുന്ന ആൾക്കാരുമായി ബന്ധം ഉണ്ടാവാൻ പാടില്ല. കാരണം അവരുടെ പരിപാടി എന്താ, ഇനി യസ്കഫുക്കും, അവർ നിങ്ങളുടെ അടുത്തേക്ക് വളരെ അടുക്കുകയാണെന്ന് വിചാരിച്ചാൽ പോലും അവരുടെ മനസ്സിലാണ് യക്കൂനൂലൊക്കെ അതായ അവർ നിങ്ങളുടെ ശത്രുക്കളാണ്. അവരവരുടെ കൈ നീട്ടുന്നതും അതുപോലെ നാവ് നീട്ടുന്നതുമൊക്കെ നിങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അവർ രഹസ്യങ്ങൾ ചോർത്തി കൊടുക്കരുത്. അങ്ങനെ ആരെങ്കിലും ചെയ്താൽ അവരൊരിക്കലും വിശ്വാസികൾ ആവുകയില്ല എന്നുള്ളത് തന്നെയാണ്. മാത്രമല്ല അവർക്കൊരു ധാരണ ഉള്ളത്, അവർക്ക് ഇസ്ലാമിലേക്ക് വരാൻ കഴിയില്ല എന്ന് മാത്രമല്ല, നിങ്ങളും കൂടി കാഫിറായി കിട്ടിയാൽ തിരക്കില്ല എന്ന ചിന്തയും കൂടി ആ ആളുകൾക്കുണ്ട്. പിന്നെ കുടുംബ ബന്ധത്തിനെ സംബന്ധിച്ച് കൂടിയും അള്ളാഹു ഒന്നുകൂടി ഇതിൽ പറയണം. കാരണം നിങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ, രക്തബന്ധങ്ങൾ, അതേപോലെ തന്നെ നിങ്ങളുടെ മക്കൾ, ഇതൊന്നും തന്നെ പരലോകത്ത് യാതൊരു നിൽക്കും നിങ്ങൾക്ക് ഉപകാരപ്പെടില്ല. നിങ്ങൾ മാറി നിൽക്കുക, വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ, പാപികളെ നിങ്ങൾ മാറി നിൽക്കൂ എന്ന് അള്ളാഹിൻ്റെ ഒരു ആജ്ഞ ഉണ്ടാവും. ആ ആജ്ഞയോട് കൂടിയിട്ട് വിശ്വാസികളായ ആൾക്കാർ ഒരു ഭാഗത്തേക്കും അവിശ്വാസികളായ ആൾക്കാർ മറ്റൊരു ഭാഗത്തേക്കും മാറേണ്ടി വരും. അവിടെ നിങ്ങളുടെ രക്തബന്ധമോ നിങ്ങളുടെ കുടുംബ ബന്ധമോ ഒന്നും തന്നെ അവിടെ പരിഗണിക്കുകയില്ല എന്നർത്ഥം. അപ്പോൾ അങ്ങനത്തെ ഒരു സംഗതി അവർ ആഗ്രഹിക്കുക എന്ന് പറയുന്നത്, അള്ളാഹുവിൻ്റെ ശത്രുക്കൾക്ക് അള്ളാഹുവിൻ്റെ ആളുകളോട് യഥാർത്ഥത്തിൽ ഒരു സ്നേഹം ഉണ്ടാവില്ല എന്നുള്ളതാണ് അള്ളാഹു ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അവരുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാകുന്ന ഈ കാര്യങ്ങൾ, രക്തബന്ധങ്ങൾ ഉൾപ്പെടില്ല. അതേപോലെ തന്നെ ഈ ബന്ധങ്ങളിലുണ്ടാകുന്ന മക്കൾ, ഈ ഇതിലുണ്ടാകുന്ന മക്കൾ പോലും നിങ്ങൾക്ക് ഉപകാരപ്പെടുകയില്ല. പഠിച്ചോൻ്റെ അടുത്തെത്തുമ്പം ഇതൊന്നും തന്നെ നിങ്ങളെ സഹായിക്കേണ്ടാവില്ല. നിങ്ങളുടെ അമല് മാത്രമേ ഉണ്ടാവുള്ളൂ, നിങ്ങളുടെ സൽക്കർമ്മങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് അല്ലാഹു ഇതിലൂടെ മനസ്സിലാക്കി തരാം. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരും സഹായിക്കട്ടെ. വാ ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.